Hello my students. Today we are going to learn about a new chapter that is excretion to maintain homeostasis. നമ്മുടെ സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. Have you noticed garbage dumped like this? From the picture we can clearly understand that there is a ഗാർബേജ് ഡംപ്ഡ്. എന്താണ് പറയുന്നത്? അമലിന വസ്തുക്കൾ ഒരുപാട് കൂട്ടിക്കെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ദിസ് ലിസ്റ്റ് ഔട്ട്? എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ? കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? യെസ്, അതായത് ആ ഒരു ഏരിയയിലുള്ള ഏത് പ്ലേസിലാണോ നമ്മൾ ഡംപ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഏരിയയിലുള്ള ലാൻഡ്, എയർ, വാട്ടർ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ലാൻഡ്, വാട്ടർ, എയർ പൊല്യൂഷൻ in the neighborhood are primarily caused by illegal dumping. Okay, and the second point, such places become the breeding places of rats and mosquitoes, which may cause contagious disease. So നമ്മൾ ഇങ്ങനെ വേസ്റ്റുകൾ ഡംപ് ചെയ്താൽ, ഇങ്ങനെ നമ്മുടെ ഗാർബേജസ് ഡംപ് ചെയ്താൽ അതെന്ത് ചെയ്യുന്നുണ്ട്? റാറ്റ്സ് ആൻഡ് മോസ്കിറ്റോസിന് അവർക്കൊരു ബ്രീഡിംഗ് പ്ലേസസ് ആയിട്ട് മാറുന്നുണ്ട്. ആൻഡ് ഇറ്റ് മേ സ്പ്രെഡ് കണ്ടാജിയസ് ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഷുഡിൻ വി അവോയ്ഡ് സച്ച് സിറ്റുവേഷൻസ് ആൻഡ് ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ഈ ഒരു സിറ്റുവേഷൻസ് നമുക്ക് എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? We can make our external environment garbage free by processing, reusing or recycling waste material. സോ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസിനെ പ്രോസസ്സിങ് ചെയ്യുക, റീയൂസിങ് ചെയ്യുക ഓർ റീസൈക്ലിംഗ് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയർ ഓർ എർത്തിനെ നമുക്കൊരു എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഗാർബേജ് ഫ്രീ എൻവിറോൺമെൻ്റ് ആക്കിയിട്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. It is understood that the external environment should be protected for the well-being of organisms. So, നമ്മുടെ external environment പ്രൊട്ടക്റ്റ് ചെയ്യണം എന്തിന്? For what? Its organismത്തിൻ്റെ well-beingസിന് വേണ്ടിയിട്ട്. Okay. Do we contaminate only the external environment? Doesn't waste accumulate in our internal environment too? സോ നമ്മൾ എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റ് മാത്രമാണോ കണ്ടാമിനേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റ്സിലും ഇതുപോലെ വേസ്റ്റ് അക്യൂമുലേറ്റ് ചെയ്യുന്നില്ല എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. Several byproducts are formed in cells as a result of metabolic activities. In human body, there are several metabolic activities നടന്നിട്ട് അവിടെ several byproducts നമ്മുടെ ഹ്യൂമൻ ബോഡീസിൻ്റെ സെൽസിൽ ഫോം ചെയ്യുന്നുണ്ട്. If the amount of those byproducts exceeds a certain limit, it may become harmful to our body. So ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനും കൂടുതലായാൽ ഇത് നമ്മുടെ ബോഡിയിലോട്ട് ഹാംഫുൾ ആണ്. Nitrogenous compounds formed by the metabolisms of amino acids and nucleic acids. Amino acids and nucleic acidsന്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് വഴി ഫോം ചെയ്യുന്ന നൈട്രോജീനിയസ് കോമ്പൗണ്ട്സ് ആൻഡ് റെസ്പിറേഷൻസിൻ്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെയാണ് നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ മെയിൻ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? എക്സ്പെൽ ചെയ്യേണ്ടത് മസ്റ്റാണ്. So excretion, which means it is the process of eliminations of these waste materials from the body. So excretion എന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മുടെ ബോഡിയിൽ നിന്നും എക്സ്പെൽ ചെയ്യുക ഓർ എലിമിനേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എക്സ്ക്രീഷൻ. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ് ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്. ഇതാണ് ഹോമിയോസ്റ്റാസിസ് നമ്മുടെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, and how do the waste materials formed inside the cells reach excretory organs? നമ്മുടെ സെൽസിൽ ഫോം ചെയ്യപ്പെടുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് എങ്ങനെയാണ് എക്സ്ക്രീറ്ററി ഓർഗൻസിൽ എത്തുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? സെല്ലിൽ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? സെല്ലിൽ നിന്ന് അത് എവിടേക്ക് എത്തുന്നുണ്ട് നമുക്കറിയാം. സെല്ലിൻ്റെ ഇടയിൽ കാണുന്ന ഫ്ലൂയിഡ്സ് ആണ് ടിഷ്യൂ ഫ്ലൂയിഡ്. ദെൻ ടിഷ്യൂ ഫ്ലൂയിഡ്സിൽ നിന്നും ബ്ലഡിലോട്ട് എത്തുന്നുണ്ട്. ദെൻ ബ്ലഡ് വഴിയാണ് എക്സ്ക്രീറ്ററി ഓർഗൻസ് വഴി അത് എക്സ്പെൽ ചെയ്യുന്നത്. സോ 4 ഓർഗൻസ് ആണ് ഇതിൽ പങ്കെടുക്കുന്നത്, 4 പാർട്സ് ആയിട്ട്: സെല്ല്, ടിഷ്യൂ ഫ്ലൂയിഡ്, ബ്ലഡ് ആൻഡ് എക്സ്ക്രീറ്ററി ഓർഗൻസ്. സോ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സെല്ലിലാണ് വേസ്റ്റ് മെറ്റീരിയൽസ്
ഫോം ചെയ്യുന്നത്. സോ ദ വേസ്റ്റ് മെറ്റീരിയൽസ് ആർ ഫോംഡ് ഇൻ ദി സെൽസ് ആൻഡ് സ്പ്രെഡ് ഇറ്റ് ഇൻ ടു ദി ടിഷ്യൂ ഫ്ലൂയിഡ്. ഇത് ടിഷ്യൂ ഫ്ലൂയിഡിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫ്രം ദിസ് ടു ബ്ലഡ് ത്രൂ ഡിഫ്യൂഷൻ. ഇത് ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്ന് ഡിഫ്യൂഷൻസ് വഴി ബ്ലഡിലോട്ട് ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദി എക്സ്ക്രീറ്ററി ഓർഗൻസ് ത്രൂ ബ്ലഡ്. സോ ഇത് ബ്ലഡിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ക്രീറ്ററി ഓർഗൻസിലോട്ട് ബ്ലഡ് വഴി എൻറ്റർ ചെയ്തിട്ട് ഈ എക്സ്ക്രീറ്ററി ഓർഗൻസാണ് വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ബോഡിയിൽ സെൽസിൻ്റെ അകത്തുണ്ടായിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുന്നതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് എക്സ്ക്രീറ്ററി ഓർഗൻസ്. സോ നമ്മുടെ ബോഡിയിൽ മെയിനായിട്ട് കാണപ്പെടുന്നത് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ്. ആൻഡ് ദേ ആർ സ്കിന്ന്, ലങ്സ്, liver and kidney. Here there are the main excretory organs that are found in human body. First one is skin. Skin expel water and salt. നമ്മുടെ വേർപ്പൊക്കെ ഉണ്ടാവില്ല അല്ലേ. സോ വാട്ടർ ആൻഡ് സോൾട്ടിനെ എക്സ്പെൽ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് സ്കിന്നിനുള്ളത്. ദെൻ ലങ്സ് എക്സ്പെൽ CO2 ആൻഡ് വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയാണ് ലങ്സ് എക്സ്പെൽ ചെയ്യുന്നത്. ദെൻ ലിവർ സിന്തസൈസിങ് ഓഫ് യൂറിയ നിർമ്മാണത്തിനാണ് ലിവർ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ കിഡ്നീസ് എക്സ്പെൽസ് യൂറിയ ആൻഡ് വാട്ടർ എക്സ്പെൽ ചെയ്യുന്നതാണ് ആര്, കിഡ്നീസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലിവർ, ദ വേസ്റ്റ് പ്രോസസ്സിംഗ് യൂണിറ്റ്. ലിവർ കൺവേർട്ട് ടോക്സിക് സബ്സ്റ്റൻസ് that reach the body and those produced inside the body into harmless substance. നമ്മുടെ ബോഡിയിലെത്തുന്ന ടോക്സിക് സബ്സ്റ്റൻസിനെ ഹാംലെസ് സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഓർഗനാണ് ലിവർ എന്ന് പറയുന്നത്. ദ കൺവേർഷൻ ഓഫ് അമോണിയ, a toxic substance formed as a result of metabolic activities, into less toxic urea is an example for this. സോ നമ്മുടെ ലിവറിൽ വെച്ച് നടക്കുന്ന ഒരു എക്സാമ്പിളാണ് അമോണിയ എന്ന് പറയുന്നത്. ഒരു ടോക്സിക് സബ്സ്റ്റൻസസ് ആണ്. ഇത് ഒരുപാട് മെറ്റബോളിക് ആക്ടിവിറ്റീസ് വഴി ഫോം ചെയ്യുന്ന ഈ ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള അമോണിയയെ ലെസ് ടോക്സിക് ആയിട്ടുള്ള യൂറിയ ആക്കി മാറ്റുന്നത് എവിടെ വെച്ചിട്ടാണ്? യെസ്, ഓഫ് കോഴ്സ് ദാറ്റ്സ് ഡൺ ഇൻ ദി ലിവർ. ഓക്കെ, ആൻഡ് ഹൗ ഡസ് ദ ലിവർ സിന്തസൈസ് യൂറിയ? എങ്ങനെയാണ് ലിവർ എന്തുണ്ടാക്കുന്നത്, യൂറിയയെ സിന്തസൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, amino acids are formed by the breakdown of proteins. We know that by the breakdown of proteins amino acids are formed. As a result of the metabolic activities of amino acids, several nitrogenous byproducts are formed. സോ അമിനോ ആസിഡ്സിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് വഴി ഒരുപാട് നൈട്രോജീനിയസ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. ദ മോസ്റ്റ് ഹാംഫുൾ എമംഗ് ദോസ് ഈസ് അമോണിയ. സോ ഇതിൽ ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ള കോമ്പൗണ്ടാണ് നൈട്രോജീനിയസ് കോമ്പൗണ്ടിൻ്റെ മോസ്റ്റ് ഹാംഫുൾ ആയിട്ടുള്ളതാണ് അമോണിയ എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഇറ്റ് ഷുഡ് ബി റിമൂവ്ഡ് ഫ്രം ദ ബോഡി ഇമ്മീഡിയറ്റ്ലി. സോ ഈ ഒരു അമോണിയനെ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ബോഡിയിൽ നിന്നും റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ദ അമോണിയ ഫോംഡ് ഇൻ ദ സെൽ റീച്ചസ് ദ ലിവർ ത്രൂ ബ്ലഡ്. നമ്മുടെ സെൽസിൽ ഫോം ചെയ്യുന്ന അമോണിയ ബ്ലഡിലോട്ട് ലിവറിലോട്ട് എത്തുന്നത് എങ്ങനെയാണ്? ത്രൂ ബ്ലഡ് വഴിയാണ്. റീച്ചസ് ദി ലിവർ ത്രൂ ബ്ലഡ് ഇൻ ദി ലിവർ. സോ നമ്മുടെ ലിവറിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടറുമായിട്ട് വിത്ത് ദ പ്രസൻസ് ഓഫ് എൻസൈംസ് ഇറ്റ് കൺവേർട്ട്സ് ഇൻ ടു യൂറിയ. സോ നമ്മുടെ ലിവറിൽ വെച്ചിട്ട് എങ്ങനെയാണ് ടോക്സിക് സബ്സ്റ്റൻസസ് ആയിട്ടുള്ള അമോണിയ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അമോണിയ combines with carbon dioxide and water with the presence of some enzymes and which is converted into urea. ഓക്കെ, സോ ഇതാണ് അവിടെ നടക്കുന്ന ആക്ഷൻ. സോ ആൻഡ് അവിടെ തന്നിട്ടുള്ള 3 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ദ കോഷ്യസ് ലിവർ, കോൺസ്റ്റൻറ്റ് കോൺടാക്റ്റ് വിത്ത് പോയ്സണസ് സബ്സ്റ്റൻസ് ഡിസ്ട്രോയ് ലിവർ സെൽസ്. സോ നമ്മൾ ലിവർ സെൽസ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് പോയ്സണസ് സബ്സ്റ്റൻസുമായിട്ട്
അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലിവറിൻ്റെ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. ബട്ട് അൺലൈക്ക് അതർ ഓർഗൻസ് ദ ലിവർ ഹാസ് ദ എബിലിറ്റി ടു റീജനറേറ്റ് ഇറ്റ്സ് ഡാമേജ്ഡ് സെൽസ്. വേറെയുള്ള ഓർഗൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസിനെ റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ലിവറിനുണ്ട്. However, if the destruction of liver cells become higher than its regenerative power, അതിൻ്റെ റീജനറേറ്റീവ് പവറിനേക്കാൾ ഡിസ്ട്രക്ഷൻ പവർ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ദ കംപ്ലീറ്റ് ഡാമേജ് ഓഫ് ലിവർ. സോ നമ്മുടെ ലിവറിൻ്റെ കംപ്ലീറ്റ് ഡാമേജിലോട്ട് പോകുന്നുണ്ട്. ആൻഡ് ദിസ് ഹാപ്പൻസ് വെൻ ആൽക്കഹോൾ എൻറ്റേഴ്സ് ദി ബോഡി ആൻഡ് ആൾസോ വെൻ വി കൺസ്യൂം ഫുഡ് കണ്ടെയ്നിങ് ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ്. ആൻഡ് ഇത് ഒക്കറയുന്നത് നമ്മൾ ആൽക്കഹോൾ കൺസംഷനും അതേപോലെ തന്നെ ജങ്ക് ഫുഡ്സൊക്കെ ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലിവർ സെൽസിന് ഡാമേജ് സംഭവിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് you might have now understood that the liver uses carbon dioxide for the synthesis of urea. liver എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? CO2നെ. for what? It's for the synthesis of urea നിർമ്മാണത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. similarly carbon dioxide is utilized for many other life processes. ഒരുപാട് ലൈഫ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ CO2വിനെ യൂസ് ചെയ്യുന്നുണ്ട്. but increase in its level in the body will adversely affect homeostasis. so നമ്മൾ ഫോർത്ത് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബോഡിയിൽ CO2വിൻ്റെ എമൗണ്ട് കൂടിയാൽ അത് ഹോമിയോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യണം? CO2വിനെ നമ്മുടെ ബോഡിയിൽ നിന്നും എക്സ്പെൽ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുണ്ട് വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, apart from carbon dioxide, is it necessary to expel excess water, salt etc. from the body? CO2വിനെ നമ്മൾ എക്സ്പെൽ ചെയ്യുന്നത് പോലെ നമ്മുടെ ബോഡിയിൽ അമിതമായിട്ട് കാണപ്പെടുന്ന എക്സസ് എമൗണ്ടിൽ കാണപ്പെടുന്ന വാട്ടർ ആൻഡ് സോൾട്ടിനെയും എക്സ്പെൽ ചെയ്യേണ്ടേ. ആൻഡ് വാട്ട് ആർ ദ ഫോംസ് ഇൻ വിച്ച് ദേ ആർ റിമൂവ്ഡ് ഫ്രം ദ ബോഡി? ഏതൊക്കെ ഫോംസിലൂടെയാണ് നമ്മുടെ ബോഡിയിലുള്ള വാട്ടറും അതുപോലെ തന്നെ സോൾട്ടൊക്കെ റിമൂവ് ചെയ്യുന്നത്? അതെ, ത്രൂ യൂറിൻ ആൻഡ് സ്വെറ്റ് വഴിയൊക്കെയാണ് വാട്ടർ ആൻഡ് സോൾട്ട് നമ്മുടെ ബോഡിയിൽ നിന്നും എക്സ്പെൽ ചെയ്യുന്നത്. സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫോർമേഷൻ ഓഫ് സ്വെറ്റ്. എങ്ങനെയാണ് സ്വെറ്റ് ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നമുക്കവിടെ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ട് ഫ്രം ദി ഇല്ലുസ്ട്രേറ്റ് ഫിഗർ 5.1. സോ സ്കിന്നാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഓർഗൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ആര്? സ്വെറ്റ്. സ്വെറ്റ് ഗ്ലാൻഡ്സ് ഇൻ ദ സ്കിൻ പ്രൊഡ്യൂസ് സ്വെറ്റ്. നമ്മുടെ സ്കിന്നിൽ കാണപ്പെടുന്നതാണ് സ്വെറ്റ് ഗ്ലാൻഡ്സ്. ആ പിക്ചറിൽ കാണുന്നുണ്ട് അല്ലേ സ്വെറ്റ് ഗ്ലാൻഡ്സ്. ഈ സ്വെറ്റ് ഗ്ലാൻഡ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദ സ്വെറ്റ് ഗ്ലാൻഡ്സ് ആർ സറൗണ്ടഡ് ബൈ ബ്ലഡ് കാപ്പിലറീസ് അറ്റ് ദെയർ പ്ലേസ്. സോ നമ്മുടെ ഈ ഒരു സ്വെറ്റ് ഗ്ലാൻഡിൻ്റെ ബേസിൽ നമുക്ക് അവിടെ ബ്ലഡ് കാപ്പിലറീസ് കാണാൻ പറ്റും. ഓക്കെ, വെൻ ബ്ലഡ് ഫ്ലോ ത്രൂ ദസ് കാപ്പിലറീസ്, ഈ കാപ്പിലറീസ് വഴി ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡിൽ നിന്നും സോൾട്ട് ആൻഡ് വാട്ടർ സ്വെറ്റ് ഗ്ലാൻഡിലോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദീസ് അപ്പിയേഴ്സ് ആസ് സ്വെറ്റ് ഡ്രോപ്പ് ഓൺ ദി സ്കിൻ സർഫസ്. എന്നിട്ട് ഈ സ്വെറ്റ് ഗ്ലാൻഡിലൂടെ മുകളിലോട്ട് വന്നിട്ട് നമ്മുടെ സ്കിൻ സർഫസിൽ ഇതൊരു സ്വെറ്റ് ഡ്രോപ്സ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സ്വെറ്റിംഗ് ഈസ് റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വെറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ആൻഡ് ഫോർമേഷൻ ഓഫ് സ്വെറ്റും കോമ്പണൻസ് ഓഫ് സ്വെറ്റിനും ആൻസർ ചെയ്യുക. ഓക്കെ, ഓൺലി എ വെരി സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ഇംപ്യൂരിറ്റീസ് ആർ എക്സ്പെൽഡ് ത്രൂ സ്വെറ്റ്. സ്വെറ്റ് വഴിയും തന്നെ ഒരു സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ഇംപ്യൂരിറ്റീസ് നമ്മുടെ ബോഡിയിൽ നിന്നും എക്സ്പെൽ ആകുന്നുള്ളൂ. യൂറിയ, സോൾട്ട് ആൻഡ് വാട്ടർ ആർ എക്സ്പെൽഡ് ഫ്രം ദ ബോഡി മെയിൻലി ത്രൂ യൂറിൻ. യൂറിൻ വഴിയാണ് യൂറിയ, സോൾട്ട് ആൻഡ് വാട്ടർ നമ്മുടെ ബോഡിയിൽ നിന്നും എക്സ്പെൽ ചെയ്യുന്നത്. ആൻഡ് ഹൗ ഈസ് യൂറിൻ ഫോംഡ് ഫ്രം ബ്ലഡ്? എങ്ങനെയാണ് ബ്ലഡിൽ നിന്നും യൂറിൻ ഫോം ചെയ്യുന്നത്? ആൻഡ് വിച്ച് ഓർഗൻ ഹെൽപ്പ് ഇൻ ദിസ് പ്രോസസ്സ്? അത് ഏത് ഓർഗനാണ് ആ ഒരു പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് ദ ഓർഗൻ വിച്ച് ഹെൽപ്സ് ഇൻ ദി പ്രോസസ് ഓഫ് യൂറിൻ ഫോർമേഷൻ ഈസ് kidney. So the next topic is kidney. Kidneys are the major excretory organs in human beings.
Kidneys are the organs which filter urea, vitamin, salt and other substances harmful to the human body from blood and expels them through urine. So എന്താണ് കിഡ്നീസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്? യെസ്, ഇവർ എന്തിനൊക്കെയാണ് ഫിൽട്ടർ ചെയ്യുന്നത്? യൂറിയ, വൈറ്റമിൻ, സോൾട്ട് ആൻഡ് അതർ സബ്സ്റ്റൻസിനൊക്കെ ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ബോഡിയിലോട്ട് ഹാംഫുൾ ആയിട്ടുള്ളവയെ ഫിൽട്ടർ ചെയ്തിട്ട് നമ്മുടെ ബ്ലഡിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് യൂറിൻ വഴി അത് എക്സ്പെൽ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ കിഡ്നിയെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പറയുന്നത്. കിഡ്നീസ്. ഹ്യൂമൻ ബീങ്സ് ഹാവ് എ പെയർ ഓഫ് കിഡ്നി. ഒരു പെയർ ഓഫ് കിഡ്നിയാണ് നമുക്ക് ഹ്യൂമൻ ബോഡീസിൽ കാണപ്പെടുന്നത്. ആൻഡ് ഇറ്റ്സ് ബീൻ ഷേപ്ഡ് ആണ് അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അബ്ഡോമിനൽ ക്യാവിറ്റി ഓൺ ഏതർ സൈഡ് ഓഫ് ദി വെർട്ടബിൾ കോളം. നമ്മുടെ വെർട്ടബിൾ കോളത്തിൻ്റെ അബ്ഡോമിനൽ ക്യാവിറ്റിക്കകത്തായിട്ടാണ് നമുക്ക് കിഡ്നീസ് കാണാൻ പറ്റുന്നത്. കമ്പയർഡ് ടു ദി റൈറ്റ് കിഡ്നി, ലെഫ്റ്റ് കിഡ്നി ഈസ് ലൊക്കേറ്റഡ് സ്ലൈറ്റ്ലി ഹയർ. നമ്മുടെ റൈറ്റ് കിഡ്നിയെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് കിഡ്നി ഒന്നും കൂടി കുറച്ചും കൂടി മുകളിലോട്ടായിട്ടാണ് കാണപ്പെടുന്നത്. അത് ആ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ കിഡ്നിയും കവർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എ സ്ട്രോങ് ബട്ട് സോഫ്റ്റ് മെംബ്രെയിൻ കൊണ്ടാണ്. ആൻഡ് ബ്ലഡ് വിത്ത് ഹൈ പ്രഷർ റീച്ചസ് ദ കിഡ്നി ത്രൂ റീനൽ ആർട്ടറി വിച്ച് ഈസ് എ ബ്രാഞ്ച് ഓഫ് അയോട്ട. അയോട്ടയുടെ ബ്രാഞ്ചായിട്ടുള്ള റീനൽ ആർട്ടറി ബ്ലഡിനെ ഹൈ പ്രഷറോട് കൂടി കിഡ്നിയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ദ ഫിൽറ്റേർഡ് ബ്ലഡ് റീച്ചസ് ദി വീന കാവ ത്രൂ റീനൽ വെയിൻ. സോ നമ്മുടെ കിഡ്നിയിലെത്തിയിട്ട് അതിനെ ഫിൽട്രേഷൻ നടത്തിയിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? റീനൽ വെയിൻസ് വഴി വീന കാവയിൽ ഫിൽറ്റേർഡ് ബ്ലഡ് എത്തുന്നുണ്ട്. Urine formed in the kidney reaches the urinary bladder through the ureters and is expelled out through urethra. നമ്മുടെ കിഡ്നീസിൽ യൂറിന് ഫോം ചെയ്യുന്നുണ്ട്. അത് യുറേറ്റേഴ്സ് വഴി യൂറിനറി ബ്ലാഡറിൽ എത്തിയിട്ട് യുറേത്ര വഴിയാണ് അത് എക്സ്പെൽ ചെയ്യുന്നത്. ഓക്കെ, സോ കിഡ്നിയെ കുറിച്ചിട്ട് അതിൻ്റെ പൊസിഷൻ ആൻഡ് ഷേപ്പ് എന്താണെന്ന് എഴുതണം. ആരാണ് ക്യാരി ചെയ്യുന്നത് ആൻഡ് ബ്ലഡ് ആരാണ് സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് എഴുതുക. ദെൻ പുറത്തേക്ക് വരുന്നതും പുറത്തേക്ക് കൊണ്ടുപോകുന്നതും ആരാന്ന് എഴുതുക. ദെൻ ബ്ലാഡറിൽ, യൂറിനറി ബ്ലാഡറിൽ കഴിഞ്ഞാൽ എവിടേക്കാണ് യൂറിന്, അത് ആരാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതും കൂടി എഴുതുക. കിഡ്നിയെ കുറിച്ചിട്ട് ആ ഒരു പോയിൻറ്റ്സ് നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, and the next one is we should know the internal structure of kidney to understand how kidneys remove waste materials from the blood. So നമ്മൾ ഇതുവരെ കിഡ്നീൻ്റെ ഒരു ഔട്ടർ ലുക്കാണ് പറഞ്ഞത്. ഇതിൻ്റെ ഇൻറ്റേർണൽ ലുക്ക് നോക്കിയാൽ എങ്ങനെയാണ് കിഡ്നീസ് വേസ്റ്റ് മെറ്റീരിയൽസിനെ ബ്ലഡിൽ നിന്നും റിമൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് കിഡ്നി ഈസ് ഈച്ച് കിഡ്നി ഈസ് കംപ്രൈസ്ഡ് ഓഫ് അബൌട്ട് 12 lakh അൾട്രാ ഫിൽറ്റേഴ്സ്. ഓരോ കിഡ്നിയിലും 12 lakhs അൾട്രാ ഫിൽറ്റേഴ്സ് കാണപ്പെടുന്നുണ്ട്. These are called nephrons. So the ultra filters are called nephrons. Okay, nephrons ആണ് നമ്മുടെ കിഡ്നിയുടെ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കിഡ്നി ഈസ് nephron. Okay, so നമുക്ക് internal structure നോക്കാം കിഡ്നിയുടെ. So here the internal structure have mainly 3 parts: cortex, medulla and pelvis. Okay, from the first, cortex. Cortex is the light colored outer part of the kidney. നമ്മുടെ കിഡ്നിയുടെ outer part ആണ് which is in light colored ആണ്. And ultra filters of the nephrons are found here. So നമ്മൾ പറഞ്ഞു nephrons ആണ് കിഡ്നിയുടെ ബേസിക് ആൻഡ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്. ഇവിടെയുള്ള നെഫ്രോൺസിൽ കാണപ്പെടുന്ന അൾട്രാ ഫിൽറ്റേഴ്സ് കാണപ്പെടുന്നത് കോർട്ടെക്സിലാണ്, വിച്ച് ഈസ് ഔട്ടർ പാർട്ട് ആൻഡ് ഇൻ ലൈറ്റ് കളർ. ആൻഡ് ദ ഇന്നർ പാർട്ട് ഈസ് ദി മെഡുല്ല വിച്ച് ഈസ് ഇൻ ഡാർക്ക് കളറാണ്. നെഫ്രോൺസിൻ്റെ ലോങ് ട്യൂബ്യൂൾസ് കാണപ്പെടുന്നത് ഇന്നർ പാർട്ടായിട്ടുള്ള മെഡുല്ലയിലാണ്. ആൻഡ് ദ പെൽവിസ് എന്ന് വെച്ചാൽ റീജിയൻസ് വേർ യൂറിൻ ഫ്രം ദ ഫിൽറ്റേഴ്സ് ഫ്ലോ ഇൻ ടു. അതായത് നമ്മുടെ ഫിൽറ്റേഴ്സിൽ നിന്ന് നമ്മുടെ യൂറിന് ഒഴുകിയെത്തുന്ന ഭാഗം. ഇത്രയാണ് ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ നമുക്ക് കിഡ്നി പറയാനുള്ളത്. ഓക്കെ, കോർട്ടെക്സ്, മെഡുല്ല, പെൽവിസ്. സോ ഇതിൻ്റെ പിക്ചർ വരച്ചിട്ട് ഓരോ പാർട്സും ലേബിൾ ചെയ്തിട്ട് അതിൻ്റെ ഫങ്ഷൻസ് എഴുതുക. ദെൻ
കിഡ്നീൻ്റെ ആൻഡ് അസോസിയേറ്റഡ് പാർട്സ് എന്തൊക്കെയാണെന്ന് എഴുതുക. ഫോർമേഷൻ ഓഫ് സ്വെറ്റിൽ ഇൻഡിക്കേറ്റേഴ്സിന് 2 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ആ 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ലിവറിൽ 3 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിനും ആൻസർ ചെയ്യുക. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സും അതിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.